ഇന്ന് നമ്മൾ തക്കാളി ചേർത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുറുക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തക്കാളിയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ മുറുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ ഈ തക്കാളി മുറുക്ക് തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ ഞാനിവിടെ നല്ലപോലെ പഴുത്ത പുളി കുറവുള്ള ഒരു 3 മീഡിയം സൈസ് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് കടലമാവ്, പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കറുത്ത എള്ള്, ആവശ്യത്തിന് ഉപ്പ്, 1 പിഞ്ച് കായം, പിന്നെ എരിവിന് വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ എണ്ണയ്ക്ക് പകരം നമുക്ക് ബട്ടർ ചേർക്കാവുന്നതാണ്. പിന്നെ ഈ മുറുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായുള്ള ഓയില്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഈ തക്കാളിയുടെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ ഓരോ തക്കാളിയും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇങ്ങനെ വരഞ്ഞു കൊടുത്താല് നമുക്ക് ഈസി ആയിട്ട് ഈ തക്കാളിയുടെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നല്ലപോലെ തിളച്ചു വരുന്ന വെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിക്ക വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റാം. എന്നിട്ട് ഇതിന്റെ സ്കിന്ന് ഇതുപോലെ റിമൂവ് ചെയ്യാം. ഇതേ കണ്ടല്ലോ, നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ തക്കാളിയുടെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിക്കാം. അതിന്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു പിഞ്ച് കായം, പിന്നെ എരിവിന് വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഓയിലിന് പകരം നമുക്ക് ബട്ടർ ചേർക്കാവുന്നതാണ്, 1 ടീസ്പൂൺ എള്ള്, പിന്നെ 1/2 കപ്പ് കടലമാവും, 1 കപ്പ് അരിപ്പൊടിയും. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിവിടെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. തക്കാളിയുടെ ആ ജ്യൂസ് വെച്ച് മാത്രമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസ് ആയിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പൊ നമ്മുടെ മുറുക്കിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സിംഗിൾ ആയിട്ടുള്ള അച്ച് ഉപയോഗിച്ചാണ് നമ്മൾ മുറുക്ക് തയ്യാറാക്കുന്നത്. നമുക്ക് ഈ സേവനാഴിയിലേക്ക് ഈ ചില്ലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള മാവ് നിറച്ച് ഇതുപോലെ അടച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഡയറക്റ്റായി ഇട്ടു കൊടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത്, ഒന്നെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ നീളത്തില്, അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇതുപോലെ ജസ്റ്റ് നീളത്തില് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കരുത്. പെട്ടെന്ന് വങ്ങിപ്പോവുകയും ഉൾഭാഗം ഒട്ടും മുരിഞ്ഞു വരികയും ഇല്ല. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതും, അതുപോലെ തന്നെ 4 മണിക്ക് കാപ്പിയുടെ കൂടെ കുറിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണിത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ നമ്മുടെ മുറുക്കിന്റെ 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള തക്കാളി മുറുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി അറിയിക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.